എന്താണ് ഇത്? എന്റെ ടിക്ടോക്ക്. എന്തിനാ അടിച്ചത്? നിന്റെ ടിക്ടോക്കിലുള്ള എന്റെ ലൈക്ക്. വീണ്ടും എന്തിനാ അടിച്ചത്? നീ ആദ്യം എന്തിനാ അടിച്ചെന്ന് ചോദിച്ചില്ല, അതിനുള്ള അടിയാണ് ഈ അടിച്ചത്. ഇനി ഞാൻ ആദ്യം അടിച്ചെന്തിനാന്ന് പറയാം. നീ നല്ല ബൈക്ക് ശരിയായി കൊടുത്താ? ശരിയായി കൊടുത്ത്. എടാ അതിന്റെ ഹോൺ അടിക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നു. അയ്യോ, അപ്പൊ സെൽഫില്ലേ? അപ്പൊ ഹോൺ കേൾക്കുന്നു. അയ്യോ, അപ്പൊ സെൽഫില്ലേ? നീ എന്നെ നശിപ്പിച്ച് അടങ്ങോളാടാ. എടാ നശിപ്പിച്ച് അടങ്ങോളാ. നിന്നെ ഇവിടെ ചോദിക്കരുത്, എന്നെ വേണം പറയാൻ. എടാ ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലാക്കി എന്റെ പ്രസ്ഥാനമാണിത്. അത് നശിപ്പിക്കരുത് കേട്ടല്ലോ. അപ്പൊ മാമന് പാരമ്പര്യമായിട്ടൊന്നും കിട്ടിയില്ലേ? കിട്ടി. വലിവും പൈൽസും. നല്ല വലിവ് മാമ. പൈൽസ് നീ കാണാത്തോണ്ടാ അതിനാ അഭിപ്രായം. മാമ മാമ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ എന്നെ വഴക്ക് പറയണത്? മാമ ഞാൻ എന്റെ ദൈവത്തെ പോലെയല്ലേ കാണുന്നത്? എങ്ങനെ ദൈവത്തെ പോലെ? കേട്ടാ, അവ എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന്. ദൈവത്തിന്റെ നിക്കറടിച്ചോണ്ട് പോണവരെ കണ്ടിട്ടുണ്ടാ? ദൈവം ഉറങ്ങിക്കിടക്കുമ്പം പോക്കറ്റ് അടിക്കുന്നവരെ കണ്ടിട്ടുണ്ടാ? അങ്ങനെയുള്ള ഒരു ഭക്തനാണ് ഈ നിൽക്കുന്നത്. പോയി പണിയടാ, പോയി പണിയടാ, പോയി പണിയടാ. 24 മണിക്കൂറും പോയി പണിയടാന്ന് പറഞ്ഞാ എനിക്ക് 10 വയസ്സായി. 10 അപ്പം മേടിച്ചു തന്നാ? 40 വയസ്സായി. അത് കണ്ടാലും പറയും. എനിക്ക് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ട്. എനിക്കൊരു കൂട്ട് വേണ്ടേ? മാമനല്ലടാ നിന്റെ കൂട്ട്. അയ്യോ അങ്ങനെയല്ലെന്ന്. എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേന്ന്. നിന്റെ ആഗ്രഹം മാമൻ നടത്തിയതില്ലേ? നീ പണി മാമൻ നടത്തി തരുമോ? എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു വലിയ വയറും വെച്ചേട്ടി ഗർഭിണിയായിട്ട് എന്റെ കൂടെ മെഡിക്കൽ കോളേജിലോട്ട് വാ. പറയട്ടെ, നിനക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? നിനക്ക് കൺസെപ്റ്റ് ഉണ്ടോ? അയ്യേ വേണ്ടാ, ഞാൻ മാമനെ അങ്ങനെയല്ല കാണുന്ന. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ നിനക്ക് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞില്ലേ? പെണ്ണിനെ കുറിച്ച് നിനക്ക് വല്ല സങ്കല്പം ഉണ്ടാന്ന്? പിന്നെ സങ്കല്പമൊക്കെ ഉണ്ട്. പെണ്ണെന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് സുന്ദരിയായിരിക്കും, മുടി ഇതുവരെ വേണം, നല്ല സ്വത്ത് വേണം, പണം വേണം, പൊന്നു വേണം. അടുപ്പ് തിരി കരിഞ്ഞു ചെയ്താലും കൊണ്ടുവയ്ക്കുന്ന പാത്രം വെളുത്തിരിക്കണം അല്ലേ? പോയിരുന്നു പണിയടാ, പോയിരുന്നു പണിയടാ, പോയിരുന്നു പണിയടാ. മാമ മാമ സുന്ദര്, സൂപ്പർ, കിടുക്കി, അടിപൊളി. ശരി ശരി, ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് പോയിരുന്നു പണി. ചെല്ലി. എന്തിനാ നിന്റെ വീട്ടിലെ ഇന്നലെ വന്നപ്പോ ഒരു വഴക്ക്? മാമൻ കേട്ടാ? വഴക്ക് കേട്ടാ? ഷോ അന്ന് പറഞ്ഞാലേ വീട്ടിലെ അച്ഛനും കൊച്ചച്ഛനും കൂടെ വഴക്ക് തന്നെ. എന്തിനാ അത്? ഇപ്പൊ അങ്ങനെ പറഞ്ഞ മാമന് മനസ്സിലാവൂല. ദാണ്ട, ഇത് എന്റെ അച്ഛൻ. ഇത് നിന്റെ അച്ഛനാ? എന്റെ അച്ഛൻ. ഓക്കെ, ഇത് നിന്റെ അച്ഛൻ. ഇത് കൊച്ചച്ഛൻ. ഇത് കൊച്ചച്ഛൻ. അച്ഛൻ ഇവിടെ നിന്നോണ്ട് കൊച്ചച്ഛനെ ഇങ്ങനെ നോക്കി. അപ്പൊ കൊച്ചച്ഛൻ ഇവിടെ നിന്നോണ്ട് അച്ഛനെ ഇങ്ങനെ നോക്കി. അപ്പൊ അച്ഛൻ ഇവിടെ നിന്ന് ചാടി ഇറങ്ങി ചെന്ന് കൊച്ചച്ഛൻ ഇവിടെ നിന്ന് ചാടി ഇറങ്ങി അച്ഛന്റെ കഴുത്തിന് ഏറി കുത്തിപ്പിടിച്ചു. അപ്പൊ അച്ഛൻ തിരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് പിടിച്ച് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് കെട്ടി മറിഞ്ഞ് അടിയായി ആകെ പ്രശ്നമായി. ഇപ്പൊ ഭയങ്കര പിണക്കമാണ്. തന്നെ? മിണ്ടൂല? മിണ്ടൂല. ഒരു കാര്യം മാമുമായിട്ട് അതിലൂടെ കയറി സംസാരിക്കാം. നീ പോയിരുന്നു പഠിച്ചല്ലേ. മാമ അതെങ്ങനെയാണ് അഴിക്കണത്? അടിയിലെത്തത്? അടിയിലത്ത് അഴിക്കാൻ പറ്റുന്നില്ലേ? ഒരു കാര്യം ചെയ്യണേ, നിന്റെ അച്ഛനെ അടിയിലോട്ട് കയറ്റിയിട്ടേ കൊച്ചിച്ചനെ കയറ്റി തിരിക്കാൻ മതി. വരും. മണി 4 ചായ കുടിക്കണം. ഓ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത് മറന്നു വിടാം. മണി 4 അല്ലേ? മണി എത്രയെന്ന് പറഞ്ഞത്? 4. അവൻ വരില്ലേ ഇപ്പം? സുധാരൻ അവന് പൈസ കൊടുക്കണമല്ലെന്ന് ഇന്നാ കൊടുക്കാന്ന് പറഞ്ഞു. മാമന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഈ ലോകം മുഴുക്കുള്ള ആൾക്കാരെ കടവ് മേടിച്ചോ പലിശ മേടിക്കേണ്ട കാര്യം എന്തോന്നാണ്? നീ അല്ലേ ഇവിടെ പണിക്കുന്നു? ഒരു വണ്ടി ഇന്ന് വരെ ശരിയായി കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഞാനിപ്പോ എന്തോ അവൻ പൈസ വയ്ക്കുമ്പോ ഇതിനകത്ത് എവിടെ ഒളിച്ചാലും അവൻ കണ്ടുപിടിക്കും. എന്റെ ദൈവം, ഞാൻ നീ എന്തൊരു ചെയ്യും? ഞാൻ ഒരു ഐഡിയ പറയട്ടാ. ഓ നിന്റെ ഐഡിയ അല്ലേ? പൊളിയുന്ന ഐഡിയ ആയിരിക്കും. അല്ലെന്ന് ഞാൻ ഒരെണ്ണം പറയട്ടാ. നല്ല ഐഡിയ തന്നെ. നല്ല ഐഡിയ. എനിക്ക് പറ മാമ. സൈക്കോ. പോളെ, എനിക്ക് മനസ്സിലാവാത്ത ഭാഷ ഒന്നും പറയാം. മാമ സൈക്കോന്ന്. എടാ എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാ? അറിഞ്ഞൂടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്തോ ഇത്? എന്റെ അന്യൻ. നിന്റെ അന്യനാ? എന്റെ അമ്പി. അപ്പൊ ഞാനാണ് അമ്പിയായത്. എടാ കറക്റ്റ് കാര്യം പറ. മാമാ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എന്തോന്ന്? ഒരു കഥാപാത്രം തന്നെ വേറെ വേറെ ആളുകളാവണത്, പേടിപ്പിക്കണത്. വേറെ ആവും? വേറെ ആവും. നിന്ന നിപ്പിൽ വേറെ ആളാവും. നിന്ന നിപ്പിൽ വേറെ ആളാവും? വേറെ ആളാവും. ഞാൻ എങ്ങനെ ആവും അത്? അത് മാമ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് പേടിപ്പിക്കണ ആള് പ്രേതം കയറിയോലാവും. ഭ്രാന്തൊക്കെ വരുന്നോല. അങ്ങനെ ആവും. അപ്പൊ നീ എന്നെ സപ്പോർട്ട് ചെയ്യൂ? ഞാൻ സപ്പോർട്ട് ചെയ്യും. ഉറപ്പാണല്ലേ? ഉറപ്പ്. എങ്കിൽ പിന്നെ എനിക്ക് പേടിയില്ല. അവൻ പറട്ടെ. മാമായി സുന്ദരൈ സൂപ്പർ അടിപൊളി. സൂപ്പിക്കണ്ട. എന്റെ ദൈവമേ, എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ച് പലിശയ്ക്ക് മേടിച്ചവൻ മുതലും തരുന്നില്ല, പലിശയും തരുന്നില്ല. ഇതിനെങ്കിലും ഒരു കരുണ കാണിക്കണേ. പ്രസാദ് തൊട്ട്. എന്തായി കാണിച്ചേ?
ഞാൻ കൈ തുടച്ചിട്ടേ പ്രസാദം ഇടും. ശ്ശേ, നശിപ്പിച്ച്. മണിയാ ദാ പ്രസാദ്. ഞാൻ കുളിച്ചില്ല, കുളിക്കാത്തോട്ടില്ല. എന്നാ ഞാനങ്ങ് മാറ്റി. അപ്പോഴേ മണിയാ, എന്താ ഇത്? അത് നിന്റെ കഷ്ടം. അതല്ലെന്ന്, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച പലിശയും മുതലേ എനിക്ക് ഇപ്പൊ കിട്ടണം. എനിക്കിന്ന് വൈകുന്നേരത്തെ വീടിന്റെ പണി തുടങ്ങാനുള്ള, വൈകുന്നേരം മണലിറക്കാനുള്ളതാണ്. എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചപ്പോൾ നീ പറഞ്ഞ ഭാഷയൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് കിട്ടിയാൽ പറ്റുള്ളൂ പൈസ. എനിക്ക് ഇന്ന് പൈസയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. സുധാകര, നിന്റെ വീട്ടിൽ ബംഗാളിയല്ലേ പണിക്ക്? ബംഗാളി തന്നെ പണിക്കുന്നത്. സൂക്ഷിക്കണം കേട്ടാ, അതെന്ത്? അമ്മാര് പറ്റിച്ചിട്ട് പൊക്കളയും. അത് നിനക്കെന്നറിയാം. എനിക്ക് ഇതുപോലെ അർത്ഥം പറ്റിയെന്ന്. എങ്ങനെ? താജ്മഹൽ പറഞ്ഞപ്പോ ഒരു 62 ബംഗാളികളെ പറ്റിച്ചിട്ട് പൊക്കളയും. എന്താ പണിഞ്ഞത്? താജ്മഹൽ പറഞ്ഞപ്പോ ആര് പണിഞ്ഞു? ഞാൻ. നീ ആര്? ഷാജഹാൻ. നാം ഷാജഹാൻ ചക്രവർത്തി. മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. മുംതാസിന് വേണ്ടി, അനശ്വര പ്രണയത്തിന് വേണ്ടി താജ്മഹൽ പണിത ഷാജഹാൻ ചക്രവർത്തി. മാമ ഇപ്പൊ ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ആള് മാറും. ഇന്നലെ ഞാൻ നോക്കിയപ്പം വൈകിട്ട് ഇതുവരെ മുണ്ടും വെച്ച് ഉടുത്ത് വെച്ചിട്ടേ തലൊഴിയെ വെള്ളം കോരി വെച്ച് കുളിക്കണ്. ജോജോ പറയണ ഷക്കീലേന്ന്. എന്റെ ദൈവം, അപ്പൊ എന്റെ പൈസ പോയാ? ഭ്രാന്താണ്, പെട്ടെന്ന് മാറും. എവിടെ പോണേ? മുംതാസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിക്കാൻ പോണു. ഒന്നും ചെയ്യാല്ല, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷ കേട്ടോ. ചേട്ടാ, എനിക്ക് വീടിന് പണി കിടക്കണം. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? എനിക്ക് ഇന്ന് പൈസ കിട്ടണം. ഷാജഹാനെ, ഷാജഹാനെ. അവനെ പറഞ്ഞു വിട്ടു, അവൻ പെയിന്റിങ് കൊള്ളൂല. അവൻ പറഞ്ഞു. ഷാജഹാൻ ചക്രവർത്തി അല്ലേ? ആര്? അല്ല, ഇപ്പൊ ഷാജഹാൻ ചക്രവർത്തി. സുധാരൻ, നിനക്കെന്ത് പറ്റി? സുധാരൻ, നിനക്കെന്തേ? മണിയാ, വീട്ടിന്റെ പണി കിടക്കുകയാണ്. ഇന്ന് മണലിറക്കണം. എനിക്ക് വൈകുന്നേരം 4:30 മണിക്ക് ഒരു 50,000 രൂപ കിട്ടിയേ പറ്റൂ. ഇതിനാണ് നീ കിടന്നിങ്ങനെ നടുവിട്ട് വളയ്ക്കുന്നത്? വൈകിട്ട് 4 കിട്ടിയാ പോരെ? വിളിച്ച് പറ, മണലിറക്കാൻ പറ. ഞാൻ വിളിച്ച് പറയട്ടാ? പറടാ, മണിയും മേശിരി അല്ലേ, പറ. മണിയും മേശിരി. കീഞ്ചാമിനു, നീ ഒരു ലോഡ് മണിയും മേശിരി. എടാ, ഒരു ലോഡ് മണൽ വൈകുന്നേരം തിറയിക്കോ 4:30 മണിക്ക്. പൈസ മണിയും മേശിരി. പൈസ 4:30 മണിക്ക് ഉറക്ക്. ഉറപ്പ് ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ 4:30 മണിക്ക് ഇറക്കാം. സുധാര, ഒരു 1 മണിക്കൂർ മണി, ഒരു 5:30 മണിയായ കുഴപ്പമുണ്ടോ? അല്ലേ, 5:30 മണി. 5:30 മണി, 1 മണിക്കൂർ. 1 മണിക്കൂർ ഇട്ടില്ലേ? അത് പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട്. എടാ ബിനുവേ, എടാ 4:30 എന്നുള്ളത് ഒരു മണിയും മേശിരിടാ. 5:30 മണിടാ. ഉറപ്പാണ് പൈസ ഓക്കെയാണ്. നീ ഇറങ്ങിക്കോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അതൊരു കാര്യം, നിനക്ക് എറണാകുളത്ത് വരുന്ന് പോകാൻ പറ്റുമോ? എറണാകുളത്താ? ഇവിടുന്ന് എറണാകുളം 2 മണിക്കൂർ യാത്ര ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പോ. എന്താ? അപ്പൊ എറണാകുളത്ത് എന്നിട്ട് അവിടെ കൊച്ചി മെട്രോടെ ഇന്നത്തെ കളക്ഷൻ നീ മേടിച്ചോ. കൊച്ചി മെട്രോടെ? എടാ, കൊച്ചി മെട്രോടെ ഇന്നത്തെ കളക്ഷൻ നീ മേടിച്ചോളാൻ. അപ്പൊ അത് ആര് പറഞ്ഞെന്ന്? എടാ, കൊച്ചി മേയർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. കൊച്ചി മേയറാ? കൊച്ചി മേയർ പറഞ്ഞെന്ന് പറടാ. അയ്യോ, ഹലോ, കടവന്തരനാ? രാജാനില്ല. മേയർ പറഞ്ഞെന്ന് പറ. എടാ, മണ നടക്കണ്ട. എന്തെന്നാ? എടാ, എനിക്ക് ഭ്രാന്തടാ, എനിക്ക് ഭ്രാന്ത്. എന്റെ ദൈവമേ, എല്ലാം പോയി. സൂപ്പർ ആയിരുന്നല്ലേ മാമ? സൂപ്പർ, കിടുക്ക്, അടിപൊളി. മരുമോനെ, ഇതുപോലെ ഐഡിയകൾ പറഞ്ഞു തരുമ്പോ നിനക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയാണ് പറഞ്ഞു തരാൻ. അങ്ങനെയല്ലേ മാമ ഞാൻ പറഞ്ഞു. മധുവിധുരാവുകളെ, സുരഭിലയാമങ്ങളെ, മടിയിലുറാൻ പൂവിനെത്താ. ഇതൊരു വർക്ക്ഷോപ്പാണ്, ഒരു സാധാ വർക്ക്ഷോപ്പ്. നീ ഇതിനെ വർക്ക് ഷോപ്പാക്കി മാറ്റരുത് കേട്ടല്ലേ? വിനോദേ, നീ കല്യാണം കഴിച്ചിട്ട് കല്യാണത്തിന് മണിയം മേശിരിയെ വിളിച്ചില്ല. മേശിരി വൃത്തിയോടെ പറയരുത്. മേശിരി വരണമെന്ന് പറഞ്ഞ് കല്യാണ ലെറ്ററിന്റെ ഫോട്ടോയും ഓട്ടോത്തിന്റെ ഫോട്ടോയും മേശിരിയുടെ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്തു. ചുമ്മാ എനിക്ക് ദേഷ്യം വരെ. നീ വാട്സാപ്പിലൂടെ ഒരു കുന്തത്തിലൂടെ ഞാൻ കണ്ടതുമില്ല. കണ്ടില്ലെങ്കിലും കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് 2ാമതൊരു മെസ്സേജ് ഇട്ടിരുന്നോ? അത് കണ്ടില്ലേ? മാമന്റെ പേഴ്സണൽ നമ്പറിലാണ് ഇട്ടത്. അത് മാമൻ നോക്കൂല. മാമ എപ്പോഴും ഇക്കിളിക്കൂട്ടത്തിനകത്താണ് നോക്കണത്. 24 മണിക്കൂർ ഇക്കിളിക്കൂട്ടത്തിനകത്താണ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. പിന്നെ അല്ലേ, ഇത് കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസമായി. അപ്പൊ ഇന്നലെ വരെ ഒന്നും ഇങ്ങോട്ട് വരുന്നവരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു ഇളക്കവും ചാട്ടവും ബഹളവും ഒക്കെ. എന്താണെന്ന് അറിയാൻ വയ്യ. അത് നീ വാ. കല്യാണം കഴിഞ്ഞ് 3-4 ദിവസമല്ലേ അയാള്. ആ ഒരു ഇളക്കവും ചാട്ടമൊക്കെ കാണും. നമ്മളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. അതല്ല, എനിക്കൊന്നേ, ഞാൻ ഇന്നലെ രാത്രി വീട്ടിലായിരുന്നു. അപ്പോ ഗോപു സിനിമയ്ക്ക് കൊണ്ടുപോയി തോന്നുന്നു. അതിന് ശേഷമാണ് തോന്നുന്നത് ഈ പ്രശ്നം. ചെറിയൊരു ഇളക്കവും ബഹളവും.
ഈ ഗോപു എന്ത് ചെയ്യുന്നു? ഗോപു +2 പഠിക്കുന്നു. ഉച്ച ഇറക്കാനല്ലടാ, അവന് അറിയാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നു അവൻ അറിയാതെ ചെയ്തതാണ്. കാര്യം വെച്ചാലേ അവൻ ക്ലച്ച് പിടിക്കാതെ ഗീറിട്ടാണ്, അതാണ് പ്രശ്നം. എങ്ങനെ ക്ലച്ച് പിടിക്കാതെ ഗീറിട്ട് കാണും, അതാണ് പ്രശ്നം. നീ എന്തോന്ന് പറയുന്നത്? ബൈക്കിന്റെ കാര്യം. സോറി പെങ്ങളെ, ഇപ്പൊ മേടിച്ച് കെട്ടിയ അതിന് എവിടുത്തെ sorry? പകുതി നീ കിട്ടിയത് അപ്പൊ ബൈക്ക്. അത് ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ കാർബേറ്റിൽ കറണ്ട് ഇങ്ങോട്ട് വേണ്ട, മണിയമ്മേശ്ശേരി കാർബേറ്റ് ഒന്നും പറയണ്ട. മണിയമ്മേശ്ശേരിക്ക് അറിയാം എന്താണ്. അറിയാതെ. ഇങ്ങോട്ട് പണി പഠിപ്പിക്കണം. ചെറിയ പ്രശ്നമുള്ളൂ. പോയത് എന്തോ നോക്ക്. ഓ ശരി. 365 ചേട്ടാ. ഓ വാ. ആ. ഈ കാർബേറ്റിൽ ചെറിയ എന്റെ അടുത്തോ അവന്റെ അടുത്ത് ഒന്നും പണയണ്ട, ഞാൻക്കറിയാം. മണപ്പിക്കുമ്പോ പണി കഴിയല്ലേ, ആണല്ലേ? അത് കൂടുതൽ വേണ്ട. ഡേയ് ഓ 365 ചേട്ടാ. ഓ വിനോദേ ചോദിക്കട്ടെ, ഹണിമൂണോ കഴിഞ്ഞാ? ഹണിമൂൺ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഞങ്ങള് ആ. ചിറാപുഞ്ചിയിലാണ് ഹണിമൂൺ. ഈ വണ്ടിയും കൊണ്ട് ഓ മിക്കവാറും ചിറ പുഞ്ചി. അല്ല, ചിറാപുഞ്ചി പോവാൻ ഞങ്ങൾ ഡേയ് വാ, ഒരു കാര്യം ചോദിക്ക്. പിന്നെ കാശുള്ള വീട്ടിൽ തന്നെ കുഴപ്പമില്ല. ശരിക്കുണ്ട്. ശരി. സ്ത്രീധനമൊക്കെ മേടിച്ച് ശരിക്കും സ്വർണ്ണമൊക്കെ ശരിക്കും കിട്ടി കാണുമല്ലേ? എന്തിനാ സ്വർണം? ഇവിടെ തന്നെ എന്റെ സ്വർണ്ണം കട്ടിയല്ലേ? എന്ത് എന്ത് ചിരിക്കണ? അങ്ങനെയാ പറ, എന്ത് ചിരിക്കണ? ശരി ചിരിക്കാൻ കാര്യം പറ. അയ്യോ, 20 വർഷം മുമ്പേ ആ. എനിക്ക് ഇതുപോലെ ഒരു സ്വർണ്ണ കട്ടി കിട്ടി. ഇപ്പൊ വീട്ടിലിപ്പോണ്ട് ഒരു പട്ടിക്കും വേണ്ടാതെ. മാമാ ഓ മാമോ ഓ ഇത് ഊരാൻ പറ്റണില്ല മാമാ. ഊരാൻ പറ്റില്ലടാ. ആ, ആ. ഒരു കാര്യം ചെയ്, എന്നാ നിന്റെ അച്ഛൻ അടിയിലോട്ടിട്ടൊന്ന് പിടി. ചോദിക്കട്ടെ. പിന്നെ 365. ഓ ആ പിന്നെ മാമ, ഞങ്ങളുടെ അമ്മയും വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ആഹാ. എല്ലാവർക്കും ഭയങ്കര ഈശ്വര വിശ്വാസമുണ്ട്. എനിക്കറിയാം, ചേച്ചിയെ ഞാൻ എപ്പോഴും കാണുന്നത്, എപ്പോഴും 24 മണിക്കൂർ അമ്പലത്തിൽ. അതെ, ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 4 ദിവസമായി. ആ. പക്ഷേ ഇന്നാണ് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ഫിക്സ് ചെയ്തിരിക്കുന്ന ദിവസം. ആ. ഇതുവരെ ഇല്ല, ഇന്ന് രാത്രി 8:30 മണിക്ക്. 8:30 മണിക്ക്. എത്ര വല്ല കുഴപ്പമുണ്ടോ വണ്ടിക്ക്? ഒത്തിരി കുഴപ്പമുണ്ടാവാ, കുറച്ച് സമയം എടുക്കും. ഊരാൻ പറ്റണില്ല, അതാണ്. ഊരാൻ പറ്റില്ലേ? ആ, ആ. എന്നാ കൊച്ചച്ഛൻ അടിയിലോട്ട് പിടി. ഡേയ്, ഇത്തിരി പണിയുണ്ടെന്നാ പറയുന്നത്. അയ്യോ, അത് പറ്റില്ല, എനിക്ക് 8:30 മണിക്ക് വീട്ടിൽ എത്തണം. 8:30 മണിക്ക് വീട്ടിൽ എത്തണമെന്ന് പറഞ്ഞ സംഭവം അവന്റെ അഴുപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 10:30 മണിയെങ്കിലും അയ്യോ, ആവും. അത് പറ്റില്ല, ശാന്തി മുഹൂർത്തം 8:30 മണിക്കാണ്. എടാ, ശാന്തി മുഹൂർത്തം തന്നെ ഈ വണ്ടി ശരിയാക്കില്ലേ നിനക്ക് വീട്ടിൽ പോക്കൂ. മാമ, എനിക്ക് ഇന്നെന്റെ ജീവിതം തുടങ്ങേണ്ട ദിവസം. നിങ്ങൾ നീ ഇത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറ. മേശരി എങ്ങനെയും ശരിയാക്കി താ. മേശരി എന്ത് ചെയ്യും നമുക്ക്? ഒരു കാര്യം ചെയ്യ്. നമ്മൾ അപ്പുറത്ത് ഒരു ലോഡ്ജ് ഉണ്ട്, ആ. നീ അവിടെ പോയി റൂം എടുത്ത് 8:30 മണിക്ക് ശാന്തി മുഹൂർത്തം നടക്കട്ടെ. അത് കഴിഞ്ഞ് നീ ഒരു 10:30 മണിക്ക് ഒരു വണ്ടി ശരിയാക്കാൻ വെച്ചേക്കാം. അല്ല, ഈ ലോഡ്ജിലൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നത് എനിക്ക് അറിയാവുന്ന ലോഡ്ജ്, സൂപ്പർ ലോഡ്ജ്, സൂട്ട് റൂം ഉണ്ട്. ചെല്ലു നീ. അതേത് ലോഡ്ജ്? വിഷ്ണു ലോഡ്ജ്. വിഷ്ണു ലോഡ്ജ് അപ്പുറത്തെ ജംഗ്ഷൻ. പോവല്ലേ, അവിടെ പോവല്ലേ. ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ട് എന്നെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ച് ഞാൻ ഓടി പിന്നെ ശാരദ വക്കീലിന്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ എന്റെ മനുഷ്യ, ആരെങ്കിലും പോയി വിഷ്ണു ലോഡ്ജിൽ റൂം എടുക്കോ. സ്വാതി ലോഡ്ജാണ് ബെസ്റ്റ്. വിളിച്ചു പറയടാ, എന്റെ ജീവിതം പോയി. എനിക്ക് ആത്മഹത്യ ചെയ്യണം. എനിക്ക് നീ അങ്ങനെ കരുതി, നീ വാ, ഞാൻ പറഞ്ഞു തരാം. ഇല്ല, എനിക്ക് ആത്മഹത്യ ചെയ്യണം. പറയുന്നേക്ക്. എടാ, കുടുംബ ജീവിതം എന്ന് പറഞ്ഞു ഇരുചക്ര വാഹനം പോലെ. അതിന്റെ മുമ്പിലത്തെ പേര് ഭാര്യയും പുറകിലത്തെ പേര് ഭർത്താവും. ഇതിലേതെങ്കിലും ഒന്ന് പഞ്ചറായ കുടുംബം കോഞ്ഞാട്ടയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ആണുങ്ങൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. എപ്പോഴും നമ്മളൊരു സ്റ്റെപ്പിന് കൂടെ കരുതിയേക്കണം. മാമന്റെ വീട്ടിലിരിക്കണം മാമിയെ പോലെ 64 പഞ്ചറൊട്ടിക്കണ സ്റ്റെപ്പിനെ ആണെങ്കിൽ പഞ്ചറൊട്ടിച്ചൊട്ടിച്ച് ഊപ്പാട് വരും. ഇതെന്തുവാടാ ആഫ്രിക്കൻ പായലും കൊണ്ടുവരുന്നത്? മാമ, ഇതെന്ത് രാമായണത്തിൽ നിന്ന് കിട്ടിയത്? ഇതുവരെ ഞാൻ ഇങ്ങനത്തെ സാധനം ഒരു വൈക്കലും കണ്ടിട്ടില്ല. എന്തോ മാമ ഇതെന്തോന്ന് സാധനമെന്ന്? എടാ, നീ എന്റെ ഓയർക്കിറ്റ് 10 വലിച്ചിറക്കിയാടാ. എന്റെ ദൈവം, ഞാനെങ്ങനെ ശാന്തി മുഹൂർത്തത്തിന് പോകും? എവരെ മേശരി വന്ന് 15 വർഷമായിട്ട് എന്റെ കൂടെ ഇരിക്കുക. അവൻ അറിഞ്ഞൂടാന്ന്. എടാ, ഇത് വണ്ടിയുടെ വൈപ്പർ. എനിക്ക് ശാന്തി മുഹൂർത്തത്തിനുള്ളതാണ്. എനിക്ക് ഇപ്പൊ പോണം. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 365 എന്താ 365? ഇതുവരെ അവൻ 364 വണ്ടി പൊളിച്ചു കളഞ്ഞു. അത് ശരിയാക്കിയില്ല. ഇത് 365 അതെങ്കിലും ശരിയാക്കണേന്ന് വിളിച്ചു. എനിക്ക് വണ്ടി ശരിയാക്കണം. എനിക്ക് ശാന്തി മുഹൂർത്തത്തിന് പോണം. ഇല്ല, ഇന്ന് ഞാൻ വർഷാപ്പ് തകർക്കും. ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ, നീ തകർക്കരുത്. ഞാൻ വർഷാപ്പ് തകർക്കും. ഈ വർഷാപ്പ് ചേട്ടാ വേണ്ട ചേട്ടാ, നമ്മൾ ഒന്നും പറയണ്ട ചേട്ടാ. വണ്ടി ശരിയാക്കി തന്നെ ഇപ്പൊ തന്നെ വണ്ടി. ചേട്ടാ നമ്മൾ ഒന്നും പറയണ്ട. ഇല്ല, പറ്റില്ല. എനിക്ക് ചേട്ടാ സമാധാനപ്പെടി ചേട്ടാ. ചേട്ടാ സമാധാനപ്പെടി ചേട്ടാ. ചേട്ടാ സമാധാനപ്പെടി. இதன் கட்டளை கட்டளை என் சாசனை. ഇങ്ങേരെന്തോന്ന് പറയണത്? അയാൾ ആസന ഏതാ കട്ടളപ്പടി ഇടിച്ചത്?
ഇങ്ങോട്ട് വന്നാണ് മാമൻ ഇപ്പൊ ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് മാറും ഭ്രാന്ത് കയറി കഴിഞ്ഞാൽ സകലത് നശിപ്പിക്കുക ആളുകളൊക്കെ ഓട്ടിച്ചിട്ട് വെട്ടും എപ്പോ എന്റെ ബൈക്ക് ബൈക്കൊക്കെ പിന്നെ മാറ്റി ആദ്യം ജീവനും കൂടി രക്ഷപ്പെടാൻ നോക്ക് മേശിരി എന്റെ ബൈക്ക്. ഇത് അമരേന്ദ്ര ബാഹുബലി, നമ്മുടെ നാടിന്റെ പുതിയ യുവരാജാവ്. ഇത് നമ്മുടെ പടയാളി. കൊല്ലു അവനെ. കൊല്ലണ്ട. ബൈക്ക് ശരിയാക്കി താഴെ കൊണ്ട് തന്നാ മതി. ബൈക്ക് ശരിയാക്കി തരണം. പോരാ. രക്ഷപ്പെട്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? കിടിക്ക് സൂപ്പർലി. മാമ സൂപ്പർ. ഞാൻ ഇന്നലെ ഇവിടെ ഒരു ബൈക്ക് കൊണ്ടുവന്നിട്ട് വാങ്ങിട്ട് കറങ്ങി കിട്ടിയില്ല. ഇതൊന്ന് ഞാൻ ഇന്നലെ ഒരു ചുമന്ന ബൈക്ക് കൊണ്ട് അതിൽ പണി കഴിഞ്ഞേക്ക് പോയിരുന്നു. നീ ആ നടുക്കത്തെ തിന്നിറക്കാതെ മൊത്തത്തിൽ ഇങ്ങോട്ട് പറ. ഞാൻ ഇന്നലെ ഒരു ബൈക്ക് കൊണ്ടുവന്നിട്ട് ഭയങ്കര കുറെ കറങ്ങില്ല വർക്ക്ഷോപ്പിൽ പോയി അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇതിലോട്ട് എഴുതിപ്പോ. ഞാൻ ഇന്നലെ കുറെ ബൈക്കും കൊണ്ട് കറങ്ങി കിട്ടിയിരുന്നെങ്കിൽ പോകായിരുന്നു. ഇതെന്തോടാ ഇത്? ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരമുണ്ട്, ബാക്കി എന്തെങ്കിലും ഗ്രാഫ് വരച്ചേക്കാം. ഞാൻ പറഞ്ഞു എഴുതുമ്പോൾ അങ്ങനെ വരും. അപ്പൊ നിങ്ങൾ ഒരു ഇന്നലെ നിങ്ങളല്ലേ ഞാൻ കൊണ്ട് താ ഇങ്ങോട്ട്. എന്തോടാ പറയുന്നത്? അത് ഇന്നലെ ഒരു ബൈക്ക് കൊണ്ടുവന്നില്ലേ അതിന്റെ ഓണർ അതെടുത്തോട്. അതെടുത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കും. എന്ത്? അതിന്റെ ഇഞ്ചിനല്ലേ മറ്റേ ബൈക്കിന് എടുത്ത് വെച്ചോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിറക്കുന്നതിനാണ്. അയ്യോ മാമനൊരു കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് വരും. ഓരോ പ്രേതങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ കയറും. നോക്കട്ടെ ഇപ്പൊ കയറി ഇതാരെന്നറിയാമോ? ഈ സ്വാതന്ത്ര്യ സമര പടന്മാരെ വെടിവെച്ചൊന്ന സായിപ്പുണ്ടെന്ന്. കേണൽ ഡയർ. What do you want? Tell me. Who are you? I will kill you. Okay? നീ എന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല അല്ലേടാ. നിങ്ങളാര്? സുഭാഷ് ചന്ദ്രബോസ്. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. കുഴപ്പമില്ല, ഇത് ഒരെണ്ണം പൊളിഞ്ഞെങ്കിലും അത് രണ്ടെണ്ണം ഏറ്റല്ലേ? അത് മതി. മാമ സൂപ്പർ കിടുക്ക് അടിപൊളി. വേണ്ട, സൂചിപ്പിക്കണ്ട, ഇത് പൊളിഞ്ഞ് പോ. മാമ ആ പലിശക്കാരൻ തോണ്ട രണ്ടുപേരെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. ബാബാ വരോ. ഇത് തന്നെ തലക്കുളത്ത് ചെമ്പകരാമൻ മകൻ വേലുത്തമ്പി. നീ ഇനി എന്ത് പറഞ്ഞാലും ശരി തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കറണ്ട് അടുപ്പിച്ചോ. ഊളം പറഞ്ഞിട്ട് കൊണ്ടുപോകും. മണിയമ്മേശ്ശേരി. ആ മണിയമ്മേശ്ശേരി തന്നെ. നീ മണിയമ്മേശ്ശേരി. എടാ നീ എന്ത് കോപ്പായാലും 5 മിനിറ്റ് കഴിയുമ്പോൾ ബ്രിട്ടീഷുകാരനാ. മണിയമ്മേശ്ശേരി. നീ എന്ത് ഇവരെ കറണ്ട് അടിപ്പിക്കാം. ഇവന്റെ അസുഖം ഒന്ന് മാറ്റാൻ കൊണ്ടുവയ്ക്കോ. പറഞ്ഞു വിടാ. ഇല്ല കൊണ്ടുവയ്ക്കാം. മാമനെ കൊണ്ടുവയ്ക്കാം. കറണ്ട് അടിക്കട്ടെ. എടാ നീ എന്തിനാ പറഞ്ഞു കൊടുക്കാത്ത? ഞാൻ പറഞ്ഞു കൊടുക്കാത്തതാ. മാമനല്ലേ പറഞ്ഞത് എന്തൊരു ഐഡിയ പറഞ്ഞാലും അത് എനിക്ക് ഉപകാരപ്പെടണമെന്ന്. എടാ എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി നിനക്കെങ്ങനെ ഉപകാരപ്പെടും? മാമനെ ഇവിടെ നിന്ന് പോയ ഈ വർഷാപ്പ് ആർക്കാ? എനിക്ക്. അപ്പൊ ഈ ഐഡിയ കൊണ്ട് ഉപകാരപ്പെട്ടത് ആർക്കാ? എനിക്കല്ലേ. മാമനല്ലടാ, പിന്നെ അനന്തരവനെ കൊല്ലാൻ നടക്കുന്ന കംസൻ.